ഇന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കും കൂടിയിട്ടാണ്. മസാല തയ്യാറാക്കിയെടുക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. സവോള ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവോളയിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഏകദേശം കുക്കായതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് മസാല നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ച മുട്ട ഉണ്ടല്ലോ, ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ദോശയുടെ ബാറ്റർ തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി, ഒരു മുട്ട, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മൈദയിലായാലും ചെയ്തെടുക്കാം. ഇടായ പാനിലേക്ക് ദോശയുടെ മാവ് ഒഴിച്ച് കൊടുത്ത് പരത്തിയെടുത്ത് വെന്തതിന് ശേഷം നമുക്ക് മസാല അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് റോൾ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഈ റോള് ഫുള്ളായിട്ട് ഞാനിവിടെ മൈദമാവിൽ മുക്കുന്നില്ല. 2 സൈഡും മൈദമാവിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്